എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹൊക്കാഗയുടെ ഓഫീസ് കാണിക്കുന്നു. അവിടേക്ക് ആരോ കടന്നു വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഈനോ. അവളെ കണ്ട ഉടൻ ഹൊക്കാഗെ, നിനക്കാദ്യമായിട്ട് ഇപ്പൊ ഒരു വലിയ മിഷൻ ഞാൻ തരാൻ പോവാണ്. ഒരു ഗ്രാമത്തിലെ പ്രിൻസസ് ആയിട്ട് നീ ഇപ്പൊ അഭിനയിക്കണമെന്ന് പറയുമ്പോ അവളാവട്ടെ ഷോക്കായിട്ട്, ഇതൊരു ഏറാങ് മിഷനാണ്, ഞാൻ എങ്ങനെ ഈ ഒരു മിഷന് പോകും ചോദിക്കുമ്പോ അതിന് ഹൊക്കാഗ പറയും, ഇതൊരു അടിപൊളി മിഷനാണ്, നിന്നെ കാണാൻ ഏകദേശം ആ ഒരു റാണിയെ പോലെ തന്നെയാണ്, അതുകൊണ്ട് നീ തന്നെ ഈ മിഷൻ ഏറ്റെടുക്കണം. നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഹെൽപ്പിന് വേണ്ടി ഒരു സഹായ കൂടെ ഞാൻ തരാന്ന് പറഞ്ഞ് അവിടേക്ക് കുട്ടപ്പനെ വിളിക്കും. അത് കണ്ട് വീണ്ടും ഷോക്കായിട്ട് ഈനോ പറയും, ഇവനെ കൊണ്ടുപോയാ തീർച്ചയായിട്ടും ഇത് ഫ്ലോപ്പ് ആവുമെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ വിഷമിച്ചു നിൽക്കും. അതിന് ഹൊക്കാഗ പറയും, ഇവനൊരു അടിപൊളി പയ്യനാണ്, തീർച്ചയായിട്ടും നിനക്ക് വേണ്ട എല്ലാ ഹെൽപ്പും കുട്ടപ്പൻ ചെയ്തു തരും. അങ്ങനെ അടികൂടി ഇടികൂടി നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ ആ ഒരു ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഒരു അടിപൊളി മിഷനാണ്, തീർച്ചയായിട്ടും ആ ഒരു പ്രിൻസസിനെ ഞാൻ കറക്കെടുക്കുമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ തുള്ളിച്ചാടുമ്പോ ഈനോയ്ക്കാവട്ടെ അത് തീരെ പിടിക്കില്ല. ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ പൊളിയൊന്ന് ചിന്തിച്ച് അവളാവട്ടെ ഇപ്പൊ കുട്ടപ്പനെയും കൂട്ടി ആ ഒരു ഗ്രാമത്തിലെത്തും. സോ ഇവർ രണ്ടുപേരും കൂടെ മഹാറാണിയുടെ മാൻഷനിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു മജീഷ്യൻ മാൻഡ്രയ്ക്ക് പോലുള്ള ഒരു ഉണ്ടച്ച ചേച്ചിയെ കണ്ട് നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ വണ്ടടിച്ചു നിൽക്കും. കുട്ടപ്പൻ മെല്ലെ ഇപ്പൊ അവളുടെ മുഖത്തേക്ക് നോക്കി, ഇതാണോ ഈനോയെ പോലുള്ള പ്രിൻസസ് എന്ന് പറഞ്ഞിട്ട് അവളെ നോക്കി പുച്ഛിക്കുമ്പോ ഈനോ പേടിച്ചു വരച്ച് ഇപ്പൊ കുട്ടപ്പനിട്ട് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. അവരുടെ കളി കണ്ട് ഇപ്പൊ ആ പ്രിൻസസ് ചിരിക്കാൻ തുടങ്ങും. കുഴപ്പമില്ല, കുട്ടപ്പൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് എന്നെ കാണാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ ഒരു പഴയ ഫോട്ടോ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. അതിൽ ആ പ്രിൻസസിനെ കാണാൻ അസൽ ഈനോയെ പോലെ തന്നെയാണ്. പ്രിൻസസ് പറയും, എനിക്കിപ്പോ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, എനിക്ക് ആ രാജകുമാരനെ ഒരുപാട് ഇഷ്ടമാണ്, എങ്ങനെയെങ്കിലും അവനെ എനിക്ക് സ്വന്തമാക്കണം. അതിന് സഹായത്തിനാണ് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ അവനെ ഓർത്തിരുന്നിരുന്ന് ഒരുപാട് ഫുഡ് കഴിച്ച് ഇപ്പൊ ഈ കോലത്തിലായി. അവരെന്നെ പെണ്ണ് കാണാൻ വരുമ്പോ ഈ കോലത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കല്യാണം മുടങ്ങിപ്പോവും. അതുകൊണ്ട് എനിക്ക് പകരം നീ ആയിരിക്കണം പെണ്ണ് കാണലിന്റെ സമയത്ത് അവന്റെ മുൻപിൽ ചെല്ലേണ്ടത്. കല്യാണത്തോട് അടുക്കുമ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും എന്റെ സൈസ് കുറച്ച് പഴയതുപോലെ ആയിക്കൊള്ളാം. അത് കേട്ട് വണ്ടറടിച്ച് കുട്ടപ്പൻ ചോദിക്കും, അത് സത്യത്തില് ഒരു ചീറ്റിംഗ് അല്ലേ? അതിന് ഈനോ ദേഷ്യപ്പെട്ട് പറയും, ഇപ്പൊ പ്രിൻസസിന് എന്റെ സഹായം ആവശ്യമാണ്, ഇത് വെറും ഒരു പെണ്ണ് കാണൽ മാത്രമാണ്, ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിൻസസിന് അവരുടെ പഴയ ലുക്കിലേക്ക് തിരികെ വന്ന് ഈസി ആയിട്ട് അവനുമായിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അതിന് കുട്ടപ്പൻ, ഇതൊന്നും തീരെ ശരിയല്ല, ആരെയും പറ്റിക്കുന്നത് അതൊട്ടും നന്നല്ല, ഈ പ്രിൻസസിന് ഡയറക്റ്റായിട്ട് അവനെ കണ്ടാ പോരെ, അതിനിപ്പോ എന്താ കുഴപ്പം ചോദിക്കുമ്പോ അതിന് പ്രിൻസസ് പറയും, ആൺപിള്ളേർക്ക് ഇഷ്ടം മെലിഞ്ഞുണങ്ങിയ പെൺപിള്ളേരെയാണ്, അവൻ എന്നെ കണ്ടാ പേടിച്ചോടും, അതുകൊണ്ട് ഈനോ നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേന്ന് ചോദിക്കുമ്പോ ഈനോ പറയും, ഞാൻ എൻ്റെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സൗന്ദര്യം കൊണ്ടും തീർച്ചയായിട്ടും 100% മാഡത്തിന് ഹെൽപ്പ് ചെയ്യും. അത് കേട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ പ്രിൻസസ് ആവട്ടെ ഒരു പാക്കറ്റ് എടുത്ത് കാണിക്കും. കല്യാണം ആവുമ്പോഴേക്കും ഈ ഒരു ഡയറ്റ് ഫുഡ് കഴിച്ച് ഞാൻ സെക്സിയായി മാറുന്നു പറഞ്ഞ് ഇപ്പൊ ഹായ് ആയിട്ട് അത് ചിന്തിച്ചിരിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ നെക്സ്റ്റ് ഡേ രാജകുമാരിയെ പെണ്ണ് കാണാൻ വരുന്ന ആ ദിവസമാണ്. പ്രിൻസസ് പറയും, നിങ്ങൾ കൺഫ്യൂസ് ആകാൻ പാടില്ല, എങ്ങനെയെങ്കിലും അവനെ ഇംപ്രസ് ചെയ്ത് ഈ ഒരു കല്യാണം അതെനിക്ക് നടത്തി തരണം. രാജകുമാരി ഓൾറെഡി ഇപ്പൊ ഫുൾ പ്രിപ്പറേഷനിൽ ഇരിക്കുകയാണ്. അവര് പറയുന്നത് കേൾക്കാനായിട്ട് ഒരു പൈപ്പൊക്കെ കണക്ട് ചെയ്ത് കുട്ടപ്പനെ ഈനോയും ഇപ്പൊ റെഡിയാക്കി ഹാളിലേക്ക് പറഞ്ഞയക്കും. ഹാളിലെത്തുമ്പോൾ കുട്ടപ്പൻ പറയും, എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാനും ചെയ്യാം. അത് കേട്ട് ഈനോ, നിന്റെ ഒരു ഹെൽപ്പും എനിക്ക് വേണ്ട, ദയവ് ചെയ്ത് കൊളമാക്കാതെ ഒന്ന് മിണ്ടാതിരുന്നാ മതി എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ പുച്ഛിക്കും. ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പടയെന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫാക്കി ഇപ്പൊ DJ മ്യൂസിക്കും ലൈറ്റ്സ് ഒക്കെ ബ്ലിങ്ക് ചെയ്യാൻ ആരംഭിക്കും. ഇതെന്തു പറ്റി എന്താണെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് വിളംബരം നടത്തും. രാജകുമാരൻ അദ്ദേഹം എഴുന്നള്ളുകയായി. അഴകിയ ലൈലൻ കുണുകുണു പാട്ടൊക്കെ വെച്ച് ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ അവിടേക്ക് ഹായ് ആയിട്ട് വരും. നമ്മുടെ ഈനോയെ കണ്ട് ആ ഒരു രാജകുമാരൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവും. വാവ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ. പക്ഷെ അവനെ കണ്ട് നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ കണ്ണ് തള്ളിയിരിക്കുകയാണ്. ഒരു ഗുണ്ടപ്പനാണ്, മാത്രമല്ല അവനെ കാണുമ്പോ തന്നെ ഒരു പിരിപോയ ലുക്കാണ്. ഇവനാണോ ഈ ചുന്ദരൻ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ ഈനോ അവന്റെ കൈ പിടിച്ച് നുള്ളി, മിണ്ടാതിരിക്കെ, ഇത് നമ്മുടെ മിഷനാണെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ പെങ്കൊച്ചാവട്ടെ ചിരിച്ചു കളിച്ച് ആളോട് സംസാരിക്കാൻ തുടങ്ങും. അവള് ചോദിക്കും, അങ്ങേക്ക് റോസാപ്പൂക്കൾ ഇത്രയധികം ഇഷ്ടമാണോ? അതിനാള് പറയും, എനിക്ക് നിന്നെ കാണുമ്പോ ഒരുപാട് റോസാ പുഷ്പങ്ങളെയാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. ഇവിടെ കുട്ടപ്പൻ പൊറുവർക്കും എനിക്ക് ഓർമ്മ വരുന്നത് അത് പറയാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേനെ.
അത് കേട്ട് ഈനോ ഒരു കേക്ക് എടുത്ത് കുട്ടപ്പന്റെ വായിൽ അങ്ങോട്ട് തള്ളും. ഞങ്ങൾ ഇപ്പൊ വരാട്ടോ എന്നും പറഞ്ഞ് കുട്ടപ്പനെയും കൂട്ടി ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ കുട്ടപ്പൻ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ നീ എന്തിനാ എന്റെ വായിൽ കേക്ക് തള്ളിയേ? ഇവനാണോ ഇത്ര വലിയ ഗ്ലാമർ ചുള്ളൻ? ഇവനെ കാണുമ്പോ എനിക്ക് ചോച്ചിയാണ് ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോ ഈനോയ്ക്ക് ആകെ കൺഫ്യൂഷനായിട്ട് അവളിപ്പോ ചിന്തിക്കാൻ തുടങ്ങും. പ്രിൻസസ് പറഞ്ഞത് അവൻ വളരെ സുന്ദരനാണെന്നാണ്. പക്ഷേ ഇവനെ കാണാൻ ഒരു പോക്രാച്ചി തവളെ പോലുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവോ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ രണ്ടാൾക്കാരും കൂലങ്കക്ഷമായിട്ട് ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ നൈസായിട്ട് ഇപ്പൊ പ്രിൻസസിന്റെ അടുത്തേക്ക് പോയി, ഹായ് ഹലോ, ഇത് ഞാനാണ് നറൂട്ടോ കുട്ടപ്പൻ. നീ പറഞ്ഞ ആ ഒരു പ്രിൻസ് ഇദ്ദേഹം തന്നെയാണോ? അതിന് പ്രിൻസസ് പറയും, അതേലോ എന്റെ സ്വപ്നസുന്ദരൻ, അതവൻ തന്നെയാണ്. അപ്പൊ കുട്ടപ്പൻ വണ്ടടിച്ച്, ഈ ഗുണ്ടപ്പനാണോ ഇവൾ ഇത്രയും കാലവും സ്നേഹിച്ചതെന്ന് അറിയാതെ പറഞ്ഞു പോവും. അത് കേട്ട് അവൾക്ക് കലി കയറി ഇപ്പൊ നറൂട്ടോ കുട്ടപ്പനെ അവിടുന്ന് ഓടിച്ചു വിടും. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ നമ്മുടെ രണ്ടാൾക്കാരും വീണ്ടും നമ്മുടെ മണവാളിന്റെ അടുത്ത് വന്നിരിക്കും. അപ്പൊ പ്രിൻസ് കരുതും അവനെ കണ്ടതിലുള്ള നെർവസിലാണ് ഇപ്പൊ രണ്ടുപേരും ശോകമായിട്ടിരിക്കുന്നതെന്ന്. അവൻ അവർക്ക് ചില്ല് ചെയ്യാൻ ഇപ്പൊ പാട്ടൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ ഈനോ നൈസായിട്ട് ഇപ്പൊ കുട്ടപ്പനോട്, ആ ഒരു പ്രിൻസസ് അവൾ എന്താ പറഞ്ഞേ? ഇവനെ തന്നെയാണോ അവൾ പ്രേമിക്കുന്നതെന്ന് ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, അതെ ഇവൻ തന്നെയാണെന്നാണ് അവൾ തറപ്പിച്ച് പറയുന്നത്. ഈ മിഷൻ എങ്ങാനും ഫെയിൽ ആയാല് അവള് തീർച്ചയായിട്ടും നമ്മളെ എടുത്തിട്ട് ഇണ്ടനടിക്കും. സോ എങ്ങനെയെങ്കിലും ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ പ്രിൻസ് ആവട്ടെ ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് നിനക്കൊരു പൂ തരട്ടേം ചോദിക്കും. പൂക്കടക്കാരിയായ എനിക്ക് തന്നെ നീ പൂ തരാണോന്ന് നമ്മുടെ പെണ്ണ് മനസ്സിൽ ചിന്തിക്കുമ്പോ ഇവിടെ പ്രിൻസ് ആവട്ടെ അവൻ പ്രണയപരവശനായിട്ട് അവൾക്കൊരു അടിപൊളി പൂ കൊടുക്കും. ഈനോ ആ പൂ മേടിച്ച് ഇപ്പൊ പുറത്തേക്ക് വന്ന് ചുമരില് കൈ ആഞ്ഞിടിപ്പിക്കും. അപ്പൊ കുട്ടപ്പൻ അവിടേക്ക് വന്ന്, നീ വിഷമിക്കണ്ട, നമ്മുടെ ചോച്ചിയെ ഓർത്ത് നീ അവന്റെ മുൻപിൽ പോയിരുന്നാ മതി എന്ന് പറയും. അതിന് അവള് പറയും, ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ചോച്ചി, എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അവളിപ്പോ അകത്തേക്ക് പോവും. അപ്പൊ കുട്ടപ്പൻ, ഞാനും ഈ മിഷന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യുന്നു പറഞ്ഞ് അവനാവട്ടെ കൂളായിട്ട് ഇപ്പൊ പ്രിൻസിന്റെ അടുത്തേക്ക് പോവും. ഇവിടെ ഈനോ ആവട്ടെ അവൾ ഒരുപാട് വിഷമത്തില് പ്രിൻസസിനോട് പറയും, നിങ്ങളെ കാണാൻ ഒരുപാട് ഭംഗിയാണ്, നിങ്ങൾക്കൊരിക്കലും ആ ഒരു പ്രിൻസ് ചേരില്ല. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതിലും സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി രാജകുമാരനെ നിങ്ങൾക്ക് കിട്ടും. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് അവനെ മാത്രം മതി, അവനു പകരം വേറെ ആളെ കണ്ടെത്താനല്ല, പകരം അവനെ എനിക്ക് സെറ്റാക്കി തരാനാണ് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് പറഞ്ഞ പണി അത് മാത്രം എടുക്കാൻ പറഞ്ഞ് പ്രിൻസസ് അവളെ ഓടിക്കാൻ നോക്കുമ്പോ പൈപ്പിലൂടെ അവൾ ഒരു ശബ്ദം കേൾക്കും. അതിലേതോ ഒരുത്തി ഇപ്പൊ ആ ഒരു രാജകുമാരനെ മയക്കിയെടുക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവും. രാജകുമാരി വണ്ടറടിച്ച്, ഇങ്ങനെയാണ് ഇതുപോലെയാണ് അവന്റെ അടുത്ത് സംസാരിക്കേണ്ടത്. ഈനോ വണ്ടറടിച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവിടെ അപ്പൊ ആരാന്നും പറഞ്ഞ് ഇപ്പൊ ഓടി ആ ഒരു റൂമിലേക്ക് വരും. അപ്പോഴായിരിക്കും ഈനോ കാണുക നമ്മുടെ കുട്ടപ്പൻ ഇപ്പൊ അതിസുന്ദരിയായിട്ട് ഈനോയെ പോലെ അവന്റെ മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. അവര് രണ്ടുപേരും ഇപ്പൊ കൊഞ്ചിയിട്ട് കുറുവിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈനോ ആവട്ടെ കുട്ടപ്പനെ തൂക്കിയെടുത്ത് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകും. ഇവിടെ പ്രിൻസസിനാവട്ടെ ഒരുപാട് ദേഷ്യം വന്ന് അവള് പതിയെ എഴുന്നേറ്റ് അവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോളിന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ഈനോ ആവട്ടെ കുട്ടപ്പനെ മരത്തിൽ കെട്ടിയിട്ട് ഇപ്പൊ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് ആര് പറഞ്ഞു എന്റെ വേഷവും കെട്ടി അവിടെ പോയി ഞെളിഞ്ഞിരിക്കാൻ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാ അത് വലിയ പ്രശ്നമാവും. ഇത് വെറും കുട്ടിക്കളിയല്ല എന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, നിന്നെക്കാൾ നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു, നിനക്ക് എന്നോട് അസൂയാണല്ലേ ചോദിക്കുമ്പോ അവളാവട്ടെ ഇപ്പൊ കുട്ടപ്പന്റെ മോന്തയ്ക്ക് ഒരു കുത്തും കൊടുത്ത് തിരിച്ച് പ്രിൻസിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചിരിച്ചിട്ട് നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. അവൾ തിരിച്ചു വന്ന്, സോറി എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകേണ്ട വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എങ്ങനെയൊക്കെയോ അവള് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും. അതിനവൻ പറയും, മുമ്പ് കണ്ടപ്പോ നിനക്ക് ഒരുപാട് മാറ്റം ഉണ്ടായല്ലോ, ഇപ്പൊ എന്തു പറ്റി ഇങ്ങനെയായി പോയെന്ന് ചോദിക്കുമ്പോ അവൾ എന്തൊക്കെയോ പറഞ്ഞ് ഇപ്പൊ അവനെ കയ്യിലെടുക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കും. അപ്പൊ കാറ്റ് ശരിക്കും വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രിൻസ് ആവട്ടെ ഡോറ് ചെറുതായിട്ട് തുറക്കുമ്പോ വാതിലിന്റെ മുമ്പിൽ തന്നെ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവന്റെ കാലും കാണിച്ച്, ദാ ഇവിടേക്ക് നോക്കൂ, എന്റെ സൗന്ദര്യമാർന്ന കാലും കൈയും കാണൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മയങ്ങി നിൽക്കും. പ്രിൻസ് അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ നമ്മുടെ ഈനോ ചാടി വന്ന് കുട്ടപ്പനെ തൊഴിച്ചങ്ങോട്ട് തെറിപ്പിക്കും. അവനാണെ ഭൂലോകമണ്ടൻ, ഞാൻ നിന്നെപ്പോലെ ഒരുത്തിയെ അവിടെ പുറത്ത് കണ്ടു, അതാരാണ്? ആ പ്രിൻസസ് അതാരാണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ ഈനോ ആവട്ടെ അവന്റെ മുഖത്ത് പിടിച്ച് തഴുകി അതെന്റെ നിഴലാണെന്ന് പറഞ്ഞ് അവനെ സെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് കാണുമ്പോ ചേട്ടന്റെ കൺട്രോള് പോയി ഈനോയ്ക്ക് ഉമ്മ കൊടുക്കാൻ വരുമ്പോ നമ്മുടെ റിയൽ പ്രിൻസസ് അങ്ങനെ ഈനോയെ തൂക്കിയെടുത്ത് പുറത്തേക്കിടും. പ്രിൻസസ് ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രിൻസിന് കിസ് കൊടുക്കും. അത് കേട്ട് ഈനോ, അയ്യോ ഇല്ലില്ല,
ഞാൻ ഒരിക്കലും അവന് കിസ് കൊടുക്കില്ല. ഇപ്പൊ ഈനോ പ്രിൻസസിന്റെ വാ അതങ്ങനെ പൊത്തിപ്പിടിച്ച് തൽക്കാലം ഞാൻ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം, അതുവരെ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുന്നു പറഞ്ഞ് നമ്മുടെ പെങ്കൊച്ചാവട്ടെ പ്രിൻസിനെ തേടി അവന്റെ അടുത്തേക്ക് പോവും. അവനാവട്ടെ ഈനോയുടെ കിസ്സും പ്രതീക്ഷിച്ച് അതുവഴി ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടില് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഒന്നിനു പോവാൻ മുട്ടി വേറെ വഴിയില്ലാതെ പ്രിൻസസിന്റെ അതേ ഗെറ്റപ്പില് ഇപ്പൊ ഓപ്പൺ എയറില് കാര്യം സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് കലി കയറിയ നമ്മുടെ പ്രിൻസസ് ആവട്ടെ, നിർത്തിനടാ നിന്റെ പരിപാടി, സ്റ്റോപ്പ് ദ ഫക്ക്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്യുന്നു ചോദിച്ചിട്ട് ഇപ്പൊ കുട്ടപ്പന്റെ പുറകെ ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ പേടിച്ചു വരച്ച് ഇപ്പൊ തുണിയും വാരിക്കെട്ടി അവിടുന്ന് 100-110 മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഈനോയും പ്രിൻസും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ മേലെയായിട്ട് എന്തോ ഓടുന്ന ശബ്ദം കേൾക്കും. അത് മറ്റാരുമല്ല, പ്രിൻസസിനെ പേടിച്ച് ഇപ്പൊ കുട്ടപ്പൻ ഒന്നിനു പോയിക്കൊണ്ടേ അതിന്റെ മേലെ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈനോയും പ്രിൻസും ഇപ്പൊ വാതില് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോ ദൂരത്തായിട്ട് റെയിൻബോ കാണും. മാത്രമല്ല കൊച്ചു കൊച്ചു മഴത്തുള്ളികൾ താഴേക്ക് വീഴുമ്പോ അവളത് കണ്ട് ഇപ്പൊ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് ആ മഴത്തുള്ളികള് തട്ടി കളിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോ അതിന്റെ മേലെ നിന്ന് നമ്മുടെ കുട്ടപ്പനാവട്ടെ പദോന്ന് പറഞ്ഞ് താഴെ വീഴും. അപ്പോഴും അവൻ ഒന്നിന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈനോയ്ക്ക് പിടികിട്ടും അവൾ ഇത്ര നേരവും കളിച്ചത് കുട്ടപ്പന്റെ ഒന്ന് വെച്ചാണെന്ന്. അവള് കലി കയറി ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് ചാടി വരുമ്പോ നമ്മുടെ പ്രിൻസസ് ആവട്ടെ അവള് മറ്റൊരു സൈഡിൽ നിന്ന് ഇപ്പൊ കുട്ടപ്പന്റെ നേർക്ക് വരും. അങ്ങനെ രണ്ടാൾക്കാരും ചേർന്ന് കുട്ടപ്പനെ എടുത്തിട്ട് അടിക്കുമ്പോ അത് കണ്ട് ഉണ്ടപ്പൻ പ്രിൻസ് ആള് ടെൻഷനായിട്ട്, നിർത്തിനടി രണ്ടെണ്ണോ, നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? നിങ്ങളിൽ ആരാണ് യഥാർത്ഥ പ്രിൻസസ് എന്ന് ചോദിക്കുമ്പോ റിയൽ പ്രിൻസസ് അവൾ ഒരുപാട് വിഷമത്തില്, ഞാനാണ് യഥാർത്ഥ പ്രിൻസസ്, എന്നെ സഹായിക്കാനാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ വിളിച്ചു വരുത്തിയെന്ന് പറയുമ്പോ പ്രിൻസ് ആവട്ടെ ഈനോയെയും കുട്ടപ്പനെയും തട്ടി മാറ്റി ഒരു റോസ് ഫ്ലവർ എടുത്ത്, ഇതുപോലൊരു സുന്ദരിയാണ് ഇത്രയും കാലമായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്നത്, അവൻ മുട്ടുകുത്തി വിൽ യു മാരി മീ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ പ്രിൻസസ് ആവട്ടെ ഒട്ടനെ ലോട്ടറി അടിച്ച സന്തോഷത്തില് അവനെ കെട്ടിപ്പിടിച്ച് അവിടെ വെച്ച് തന്നെ ഇപ്പൊ കല്യാണം നടത്തും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ രണ്ടാൾക്കാരും ഒരുപാട് സങ്കടത്തോടു കൂടെ ഗ്രാമത്തിലേക്ക് നടന്നു പോവാണ്. കുട്ടപ്പന് വലിയ സങ്കടമൊന്നുമില്ല, കാരണം അവരുടെ മിഷൻ അത് സക്സസ് ആണ്. പക്ഷെ ഈനോടെ വിഷമം ആ ഒരു ഗുണ്ടുമണി പ്രിൻസ് പോലും അവളെ റിജക്ട് ചെയ്തു. അവൾ ഒരുപാട് സങ്കടപ്പെട്ട് കുട്ടപ്പനോട് ചോദിക്കും, എന്നെ കാണാൻ അത്രയും മോശമാണോ? അതിന് കുട്ടപ്പൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ പറയും, ആദ്യം ഞാൻ കരുതിയത് നീ നല്ല സുന്ദരിയാണെന്നാണ്, ഇപ്പോഴാണ് നിന്റെ മാർക്കറ്റ് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുമ്പോ ഈനോയ്ക്ക് ഒരുപാട് സങ്കടവും ദേഷ്യവും വന്ന് അവളിപ്പോ മുൻപോട്ട് ഓടാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ ഈനോയുടെ പേര് വിളിച്ച് അവളുടെ പിന്നാലെ ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.